തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം. ഈ പ്രോഗ്രാം ഈ വേദിയിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് എല്ലാവിധ സാങ്കേതിക സഹായം ചെയ്തു തന്ന ഗ്രാൻഡ് ഹാൻഡിലെ ഹരി നായരോടുള്ള നന്ദി അഗൈതവൻ ഞങ്ങൾ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഞങ്ങൾ ആരംഭിക്കട്ടെ. സിനിമയിലെ തമാശകൾ വെറുതെ തിരിച്ചു മറന്നു കളയാൻ മാത്രമല്ലെന്ന് നമ്മെ പഠിപ്പിച്ച അതുല്യ പ്രതിഭ. ചിരിക്കപ്പുറം അത് ചിന്തകൾ വളർത്താനുള്ള ഒരു സന്ദേശകാവ്യം കൂടിയാണെന്ന് നമ്മെ ഓർമ്മിപ്പിച്ച തിരക്കഥാകൃത്ത്. സിനിമയിലെ കഥാപാത്രങ്ങളെ നമ്മുടെ യാത്രകളിൽ കൂടെ കൂട്ടാൻ പഠിപ്പിച്ച സിനിമാ മാന്ത്രികൻ. ചെയ്ത ചിത്രങ്ങളത്രയും മലയാളിയുടെ സിനിമാനുഭവങ്ങളിൽ ഏറ്റവും മുന്നിൽ നിർത്താൻ പാകത്തിൽ പരുവപ്പെടുത്തിയ സംവിധായകൻ. എല്ലാറ്റിനും ഉപരി തനിക്ക് ബോധ്യമുള്ളതെന്നും ഉച്ചത്തിൽ പറഞ്ഞു വെച്ച പച്ചയായ മനുഷ്യൻ. പ്രിയപ്പെട്ട ശ്രീനിവാസൻ, താങ്കൾ നമ്മോടൊപ്പം ഇല്ലായെന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ മലയാളികൾക്ക് കാലം ഒരുപാട് വേണ്ടി വന്നേക്കും. മലയാളിയുടെ സ്വന്തം ശ്രീനിക്ക് ആത്മയുടെ സ്നേഹാദരം. എല്ലാ കല്ലിലും ശില്പമുണ്ട്. നാം അതറിയുന്നത് ഒരു ശില്പി അയാളുടെ പണിയായുധങ്ങൾ ഉപയോഗിച്ച് ആ കല്ലിൽ നിന്ന് ശില്പത്തെ വേർതിരിച്ചെടുക്കുമ്പോഴാണ്. നമ്മുടെ അറിവില്ലായ്മകളിൽ നിന്ന്, നമ്മുടെ തെറ്റുകളിൽ നിന്ന് നമ്മളിലെ നന്മയെ തിരഞ്ഞെടുക്കുന്ന ശില്പി നമ്മുടെ തന്നെ അനുഭവം. സ്വാമി ശരണയ്യപ്പ. ശരണയ്യപ്പ. മലയേറാൻ ബുദ്ധിമുട്ടുന്നുണ്ടായില്ലല്ലോ. കരിമല കയറ്റം കഠിനം വന്നയ്യപ്പ. കരിമലത്തിരി കണ്ണൻ തന്നെ. നന്നായി തൊഴാനൊക്കെ പറ്റില്ലേ ചേട്ടാ? മണിക്കൂറുകളോളം തൊഴുതു, സങ്കടങ്ങൾ പറഞ്ഞു, കേട്ടു. എന്തേ എന്റെ മുമ്പിൽ വരാൻ ഇത്രയും താമസിച്ചത് എന്നോട് ചോദിച്ചു. ആര്? സാക്ഷാൽ അയ്യപ്പ സമേതൻ. അല്ലാതെ മലയിറങ്ങിപ്പോകുന്നത് എന്റെ ഈ ഭൗതിക ശരീരം മാത്രമാണ്. മനസ്സിപ്പോഴും അവിടെ നിൽക്കുക. അങ്ങനെ വേണം. ഇപ്പൊ നിനക്ക് മനസ്സിലായ വിദ്യ ഞങ്ങൾ നിന്നെ നിർബന്ധിച്ചതിന് പോരല്ല. മനസ്സിലായ എല്ലാം മനസ്സിലായി. സ്വരേ എന്ത് തെമ്മാടിത്തരമാണ് നീ കാണിച്ചത്? എല്ലാവർക്കും മുന്നിൽ ഉണ്ടാക്കി വെച്ചത് ഭക്ഷണം എടുത്ത് എറിയേ. ഇന്നു മുതൽ ഈ വീട്ടിലുള്ളവരെല്ലാം സസ്യമുക്കുകളാണ്. ഈ ഭൂമി എത്ര മനോഹരമായിരിക്കുന്നു. അമ്മാവൻ എത്ര കുലീനമുള്ള മനുഷ്യൻ. അച്ഛൻ എപ്പോഴും പറയും അമ്മാവൻ വലിയൊരു മനുഷ്യനാണ്. അച്ഛൻ എന്റെ ജീവൻ രക്ഷിച്ചു. എന്റെ തറ സത്യക്കം അവന്റെ കൂടി അവകാശപ്പെട്ടതാണ്. മാനത്തെ ചന്ദ്രനത്തൊരു മണിമാളിക കിട്ടും ഞാൻ. അറപ്പൊന്നൂതിരുക്കി അറവാതെ പണിയും ഞാൻ. ഹരി ഹരി ഇരാനിന്റെ പൂന്തിറ പോലെ സുൽത്താനായി വാഴും ഞാൻ. മാനത്തെ ചന്ദ്രനത്തൊരു മണിമാളിക കെട്ടും ഞാൻ. അറപ്പൊന്നൂതിരുക്കി അണിമാളിക പണിയും ഞാൻ. ഇമാതിരി തത്തിയുടെ തരികിട പാട്ടൊന്നും പാടി ഷൈൻ ചെയ്യാൻ നോക്കണ്ട. എന്നെപ്പോലുള്ള സാധാരണക്കാർക്ക് പാടാനും ഡാൻസ് ചെയ്യാൻ പറ്റുന്ന പാട്ടാണെങ്കിൽ മതി. പോണ്ടിച്ചേരിയിൽ ഫ്രണ്ട്സൊക്കെ അങ്ങനെ. അതിപ്പോ ഈ കാട്ടിയാദിക്കാർക്കൊക്കെ പാടാൻ പറ്റിയ പാട്ടേതാ ഉള്ളത്?
പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം പൂക്കളും പൂങ്കിനാവിലഹരിയും ഭൂമി സുന്ദരം പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം പൂക്കളും പുഴകളും പൂങ്കിനാവിലഹരിയും ഭൂമി സുന്ദരം കണ്ടോ കണ്ടോ ഷൂസ് ഒക്കെ ഇവിടെ വെക്കുക. എല്ലാത്തിനും നിന്റെ കൂടെ ഒരാൾ വേണം, എന്നാലേ ശരിയാവും. അമേരിക്കയിൽ ചെന്നാൽ നിന്റെ ഭക്ഷണവും മറ്റു കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോഴാണ് എനിക്ക് വിഷമം. അതിനൊക്കെ അവിടെ ആരെങ്കിലും ഒക്കെ കാണും. എന്നാലും നിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിയുന്ന ഒരാളെ അവിടെ കിട്ടില്ലല്ലോ. പാമ്പിനെ തിന്നല്ലോ നാട്ടിൽ ചെന്നാൽ കഷ്ണം കഴിക്കണം, അത്രേ ഞാൻ കണക്കാക്കിയിട്ടുള്ളൂ. വേണമെന്ന് ഞാനും കൂടെ വരാൻ കഴിയണം. വേണ്ട, നീ നിർബന്ധിച്ച കമ്മീഷൻ സമ്മതിക്കും. എങ്ങനെ? നീ നിർബന്ധിച്ച കമ്മീഷൻ സമ്മതിക്കില്ല, ഞാൻ നിർബന്ധിക്കില്ല. എടാ വിജയ, നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ്. ഞാൻ ഒരു പാവല്ല. അല്ല, ഒരു കീഴുദ്യോഗസ്ഥൻ മേലുദ്യോഗസ്ഥനോട് പെരുമാറുന്ന പോലെ അല്ല നീ എന്നോട് പെരുമാറുന്നത്. ഞാൻ നിന്നെ വല്ലപ്പോഴും ഒന്ന് കോൺസ്റ്റബിൾ എന്ന് വിളിച്ചാൽ നിനക്ക് വലിയൊരു ഇത്. നീ എന്റെ പട്ടിന്ന് വിളിച്ചാൽ ഞാൻ മറന്നൊരു അക്ഷരം മിണ്ടില്ല. ഇല്ല ഇല്ല, പട്ടി എന്തോ ഇനി നീ എന്നെ ഇപ്പൊ തന്നെ പോലെ ഞാൻ മറന്നൊരു അക്ഷരം മിണ്ടില്ല. നമ്മൾ സ്വപ്നത്തിലോ സങ്കൽപ്പങ്ങളോ ലോകത്തിലോ ദീപങ്ങളോ മൺതാരങ്ങളോ നാദങ്ങളോ ദേവരാഗങ്ങളോ നമ്മൾ സ്വപ്നത്തിലോ ഇവിടെ സമയം കളയണ്ട, രസങ്ങളിലേക്ക് കിടക്കാം. രസം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? രസം ഉണ്ടാവുകയല്ലോ, ഉണ്ടാക്കുകയല്ല. ആ ഒരു രസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, എന്നാൽ ഏകദേശം പറയാം. ആദ്യം നമ്മൾ പരിപ്പ് തോന്നിക്കണം, ഒരു തക്കാളി ഇടാം, പിന്നെ കായവും കുരുമുളകും ചേർക്കണം, പിന്നെ എണ്ണ ചൂടാക്കിയിട്ട് അതിൽ കടുവും കറിവേപ്പിലയും പിന്നെ വെളുത്തുള്ളിയും മൂപ്പിച്ച് ചേർക്കണം. അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. രസമുണ്ടാക്കാനുള്ള പൊടി കടയിൽ കിട്ടും, പാക്കറ്റില്. അത് കിട്ടും. മിസ്റ്റർ, ഞാൻ നവരസങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇയാളൊരു വരുമാനമുണ്ടോ? എന്റെ കൊട്ടക, എന്റെ ഫോട്ടോ, നിനക്കൊക്കെ പോയി തെളിയാൻ വേണ്ടിയല്ല ഞാനതൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നീയൊക്കെ ഇതിനകത്ത് കയറാൻ വേണ്ടി തരുന്ന നക്കാപ്പിച്ച കാശ് എന്റെ വീട്ടിലെ പശുക്കൾക്ക് പിന്നാക്കമാകാണ്ടറിയില്ല. നാട്ടുകാർക്ക് ഇത്തിരി കലാബോധം ഉണ്ടാവട്ടെ എന്ന് വെച്ചാൽ സമ്മതിക്കില്ലല്ലേ? പേരിൽ ഇത് ആവർത്തിച്ചാൽ ഞാൻ ഇടിച്ചു പൊളിച്ച് തീരുന്നു. അപ്പൊ പിന്നെ നീയൊക്കെ എവിടെ പോയിരുന്നു കൂവും എന്നെനിക്കൊന്ന് കാണണം. ഒരു പാലക്കാരൻ ബഹുമാനിക്കാൻ ശ്രമിക്കുന്നു, ബഹുമാനിക്കാൻ ശ്രമിക്കും. മഴയിൽ ചാന്ത് തൊട്ടൊരിന്റെ സ്വന്തം മണമകൾ ഏത് തമ്പാൻ വന്നാലും മലയിൽ മണല്ല. മഴയിൽ ചാന്ത് തൊട്ടൊരിന്റെ സ്വന്തം മണമകൾ
നാദസ്വരം നന്ദനാനന്ദ കല്യാണം മഞ്ഞളും പൂശിയാ വന്നിയാ നിന്റെ മച്ചാൻ നീയൊരു ചെറുപ്പത്തിൽ സ്വന്തക്കാരൻ മരത്തിന്റെ ചില്ലയിലിരിക്കുന്ന പക്ഷി ഒരിക്കലും ആലോചിക്കുന്നില്ല താനിരിക്കുന്നത് ഉണങ്ങിയ ജില്ലയിലാണോ പച്ചപ്പുള്ള ജില്ലയിലാണോ എന്ന്. കൊമ്പടിയുമോ എന്നുള്ള പേടിയൊന്നും ആ പക്ഷിക്കുണ്ടാവില്ല. കാരണം അത് ആശ്രയിക്കുന്നത് താനിരിക്കുന്ന കൊമ്പിനെയല്ല, സ്വന്തം ചിറകിനെയാണ്. നാളെ പുറകോട്ട് ആലോചിക്കുമ്പോൾ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവുക മൗനമായി നിൽക്കുന്ന കാര്യങ്ങളാണ്, മെല്ലെ മെല്ലെ നടന്നുപോയ വഴികളാണ്. Round of applause, not just for the performance, also for the legendary actor Srinivasan. ഇതോടെ നമ്മളുടെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. എല്ലാവർക്കും ഒരു